സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വീണ്ടും BGM ഇൻസ്റ്റാൾ ആക്കാൻ പോവുകയാണ് പി സിയിൽ. അപ്പോൾ ഗൈസ്, പഴയ എമുലേറ്റർ തന്നെയാണ്, മൂവ് പ്ലെയർ തന്നെയാണ് ഇൻസ്റ്റാൾ ആക്കാൻ പോണത്. അപ്പോൾ കുറേ പേർക്ക് ഡൗട്ടുണ്ട്, ഡിഫൻഡർ ആൻറ്റിവൈറസ് എങ്ങനെ ഓഫ് ചെയ്യും, ആ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് തന്നെ നമുക്കപ്പോൾ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഗൈസ്, നിങ്ങൾ എൻ്റെ ഡിസ്കോഡ് ചാനലിൽ ജോയിൻ ചെയ്യണം. ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഉണ്ടാവും, അവിടെ പോയിട്ട് നിങ്ങൾ എൻ്റെ ഡിസ്കോഡ് സെർവറിൽ ജോയിൻ ചെയ്യണം. അപ്പോൾ ഇതാണ് എൻ്റെ ഡിസ്കോഡ് സെർവർ. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾ ജോയിൻ ആയതിന് ശേഷം ഏറ്റവും താഴോട്ട് വരിക. ഇവിടെ സ്ക്രോൾ ചെയ്തിട്ട് ഫയൽസ് എന്ന് പറഞ്ഞൊരു സാധനം കാണാം. ഇവിടെ ഡൗൺലോഡ്സിൽ പോവുക. ഇവിടെ പോയതിന് ശേഷം ഈ ഒരു ലിങ്ക് കാണാം നിങ്ങൾക്ക്, മൂവ് പ്ലെയർ. അപ്പോൾ ഈ ഒരു ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്യുക, വിസിറ്റ് കൊടുക്കുക, എന്നിട്ട് താഴോട്ട് വരിക. എന്നിട്ട് ഇവിടെ ഡൗൺലോഡിൽ പ്രസ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഇതിനെ ഓപ്പൺ ചെയ്യുക, യെസ് കൊടുക്കുക, എന്നിട്ട് ക്വിക്ക് ഇൻസ്റ്റാൾ കൊടുക്കുക. ഓക്കെ ഗൈസ്, അപ്പം ഇതിവിടെ ഇൻസ്റ്റാൾ ആവുകയാണ്. ഈ മൂവ് പ്ലെയറിൻ്റെ വെർഷൻ തന്നെ വേണം. ഏറ്റവും ലേറ്റസ്റ്റ് വെർഷനിൽ കുറച്ച് ലാഗും കാര്യങ്ങളും ഉണ്ട്, പക്ഷേ ഇതിലങ്ങനത്തെ ഒരു കാര്യമില്ല. അത്യാവശ്യം ഒപ്റ്റിമൈസ്ഡ് ആണ് ഈ ഒരു വെർഷൻ. അപ്പം നിങ്ങൾ ഇത് തന്നെ ഡൗൺലോഡ് ആക്കണം എൻ്റെ ഡിസ്കോഡ് സെർവറിൽ നിന്ന്. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ സ്പെക്ക് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് AMD Ryzen 5 9600X ആണ്. 6 കോറിൻ്റെ ഒരു പ്രോസസ്സറാണ്. അടുത്ത റാം DDR5 32GB 6000 MHz റാം ഉണ്ട്. പിന്നെ SSD തന്നെ ഇൻസ്റ്റാൾ ആക്കണം. പിന്നെ ഗ്രാഫിക്സ് കാർഡ് വലിയ ഉപയോഗമില്ല ഇതിന്, എമുലേറ്ററിന്. എന്തായാലും ഞാൻ പറയാനാണ്, GTX 1660 സൂപ്പറാണ്. 6GB ഗ്രാഫിക്സ് കാർഡാണ്. ഇനി നിങ്ങൾ വീഡിയോ റെക്കോർഡിങ് ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ടെങ്കിൽ ഗ്രാഫിക്സ് കാർഡിന് ആവശ്യമുണ്ട്, അല്ലാതെ ഒന്നും നടക്കില്ല. ചെറുതായിട്ടൊരു ഗ്രാഫിക്സ് കാർഡ് ഉണ്ടെങ്കിൽ നല്ലതാണ് ഈ ഒരു എമുലേറ്ററിന് വേണ്ടിയിട്ട്. ഓക്കെ, അടുത്ത് നിങ്ങൾ ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ചാൽ, വീണ്ടും എൻ്റെ ഡിസ്കോഡ് സെർവറിൽ ഡൗൺലോഡ്സ് എന്ന് പറയുന്ന സ്ഥലത്ത് വന്നതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫ്യൂഷൻ EXE എന്ന് പറഞ്ഞിട്ട് 4.1 സപ്പോർട്ടഡ് എന്ന് പറഞ്ഞൊരു ഫയലുണ്ട്. ഇത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക, കണ്ടിന്യൂ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം നിങ്ങൾക്ക് കാണിച്ചിരിക്കാം. അൺവെരിഫൈഡ് ഫയൽ ഡൗൺലോഡ് കൊടുക്കുക. കൊടുത്തപ്പം ഇങ്ങനെ ഡൗൺലോഡ് ആവുകയാണ് ഗൈസ്. അപ്പം ഇത് നിങ്ങൾക്ക് അഥവാ ഇത് വൈറസ് കാരണം ഡിലീറ്റ് ആയി പോവുകയാണെന്നുണ്ടെങ്കിൽ ആൻറ്റി വൈറസ് എങ്ങനെ ഓഫ് ചെയ്യണമെന്നുള്ളതിന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇവിടെ വൈറസ് ഡിറ്റക്റ്റഡ് എന്ന് കാണിച്ചിട്ടുണ്ട്. വൈറസ് കാര്യങ്ങളൊന്നും അല്ല, ഇത് ജസ്റ്റ് ട്രീറ്റ് ചെയ്യാണ് PC ഇതിനെ വൈറസ് ആയിട്ട്. അപ്പം ഡിഫൻഡർ സെർച്ച് ചെയ്യണം, വിൻഡോസ് സെക്യൂരിറ്റി, ഇവിടെ വരിക. എന്നിട്ട് വൈറസ് ട്രീറ്റ് ആൻഡ് പ്രൊട്ടക്ഷനിൽ ഇവിടെ വന്നതിന് ശേഷം റിയൽ ടൈം ഓഫ് ചെയ്യുക. ഇതാണ് ഓഫ് ചെയ്യാനുള്ളത്. ഓക്കെ, ഇത് ഓഫ് ചെയ്തതിന് ശേഷം എഗെയിൻ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ദിസ് അൺവെരിഫൈഡ് ഫയൽ കൊടുക്കുക. ഓക്കെ, ഇപ്രാവശ്യം ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്യുക. ഇതിന് ഡൗൺലോഡ് ചെയ്ത ഡൗൺലോഡ്സിൽ പോയതിന് ശേഷം ഇവിടെ ഡൗൺലോഡ് ആയത് വന്നിരിക്കുകയാണ്. ഇവിടെ നിന്ന് എടുത്ത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഹോം സ്ക്രീനിലിടുക. ഹോം സ്ക്രീനിൽ നിന്ന് ഡെസ്ക്ടോപ്പിലിടുക, എന്നിട്ട് ഓപ്പൺ ചെയ്യുക ഇതിനെ. അപ്പം മോർ ഇൻഫോയിൽ കൊടുക്കാം, എന്നിട്ട് ഇവിടെ റൺ എനിവേ കൊടുക്കാം. എന്നിട്ട് ഗൈസ് ഫസ്റ്റ് ടൈം ഡിറ്റക്റ്റഡ് എന്ന് പറഞ്ഞ് കാണിക്കും. ഇത് ജസ്റ്റ് ഓക്കെ ചെയ്തെടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓക്കെ ചെയ്തെടുക്കാൻ പാടില്ല. ഈ ദിസ് പോപ്പ് വിൽ ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആഫ്റ്റർ അപ്ഡേറ്റ് കംപ്ലീറ്റ് ആയി ഉടനെ ഇത് ഡിലീറ്റ് ആയി താനേ ഇത് കട്ടായി പൊയ്ക്കോളും. ഇനി നിങ്ങൾക്ക് റിയൽ ടൈം ഓൺ ആക്കാം, വേറെ കുഴപ്പമില്ല. കാരണം ഇത് ജസ്റ്റ് ഡൗൺലോഡ് ആക്കി ഇത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് റിയൽ ടൈം ഓൺ ആക്കാം. അതിനുശേഷം മെയിൻ കാര്യം ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഗൈസ് ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് ഇവിടെ ഒന്ന് റീഫ്രഷ് അടിക്കുക, അപ്പോൾ ഈ പഴയ ഫ്യൂഷൻ പോവും. എന്നിട്ട് ആപ്പ് കൺട്രോൾ ബ്രൗസറിൽ പോവുക. ഇവിടെ നിങ്ങൾ വീണ്ടും വൈറസ് ട്രീറ്റ് ആൻഡ് പ്രൊട്ടക്ഷൻ വരിക, താഴോട്ട് പോവുക. ഇവിടെ നിങ്ങൾക്ക് മാനേജ് റൈസം പ്രൊട്ടക്ഷൻ ഇതല്ല ഗൈസ്, സോറി വൈറസ് ട്രീറ്റ് ആൻഡ് പ്രൊട്ടക്ഷൻ ഇത് തന്നെയാണ്. അവിടെ തന്നെ പോവുക, ഏറ്റവും താഴോട്ട് വരിക. ആഡ് എക്സ്ക്ലൂഷനിൽ നിങ്ങൾ പിതുക്കുക, യെസ് കൊടുക്കുക. അപ്പം ഇവിടെ ഞാൻ ആൾറെഡി ഫോൾഡർ ഇവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഇവിടെ വീണ്ടും നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെ ആഡ് ചെയ്യണമെന്ന് കാണിച്ചു തരാം. ഫ്യൂഷനിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഡെസ്ക്ടോപ്പിലുള്ള ഓപ്പൺ ഫയൽ ലൊക്കേഷൻ പോവുക. ഈ ഒരു പാത്ത് നിങ്ങൾ ഇതിനെ കോപ്പി ചെയ്തെടുക്കുക. ഇവിടെയാണ് ഫ്യൂഷൻ്റെ എല്ലാ ഫയലും വരുന്നത്. ഈ ഫയലാണ് വിൻഡോസ് ഡിലീറ്റ് ആക്കി കളയണത്. അപ്പോൾ നിങ്ങളിവിടെ എക്സ്ക്ലൂഷനിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇത് PC ഈ ഒരു ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കില്ല. അപ്പോൾ ഇതോടെ കടന്നോളൂ ഫോൾഡർ. അപ്പം ഫോൾഡറോടെ നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇതാണ്ട് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക ഈ ഒരു പാത്ത്. എന്നിട്ട് ഈ ഗോയിൽ പിതുക്കുക. അപ്പം ഇവിടെ ഇങ്ങനെ ഒന്നും കാണിക്കത്തില്ല, അത് കുഴപ്പമില്ല. അപ്പോൾ സെലക്ട് ദിസ് ഫോൾഡർ കൊടുക്കുക. അപ്പോൾ ആൾറെഡി ഞാൻ ഇവിടെ സെലക്ട് ചെയ്ത് വെച്ചുകൊണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇത് ഇത്രയും ചെയ്താൽ മതി. പിന്നെ ഒരിക്കലും നിങ്ങളെ PC ഡിലീറ്റ് ആകത്തില്ല ഈ ഫോൾഡർ. പിന്നെ നിങ്ങൾക്ക് റിയൽ ടൈം ഓണാക്കിയിടാം, വേറെ കുഴപ്പ കാര്യങ്ങളൊന്നുമില്ല. ഞാൻ അത് ആൾറെഡി പറഞ്ഞല്ലോ നിങ്ങളുടെ അടുത്ത് ആദ്യമേ. റിയൽ ടൈം ഓണാക്കിയിടാം, കാരണം ഈ ഒരു ഫോൾഡറിനെ ഡിറ്റക്റ്റ് ചെയ്യത്തില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ഫൈനലി നമ്മൾ മൂവ് പ്ലെയർ ഡൗൺലോഡ് ആയിരിക്കുകയാണ്. മൾട്ടി ഇൻസ്റ്റൻസിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ടാണ് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ് ഇങ്ങോട്ട് എവിടെയെങ്കിലും എടുത്തിടാം.
ഓക്കെ, അപ്പം നമ്മുടെ ഫ്യൂഷൻ ഇവിടെ ഡൗൺലോഡ് ആയിട്ടുണ്ട്. അക്സെപ്റ്റ് കൊടുക്കുക. ഇത് ഫ്യൂഷൻ്റെ 1.71 എന്ന് പറഞ്ഞൊരു വെർഷനാണ് ഇപ്പോൾ കറൻ്റ് ഓടുന്നത്. ഓക്കെ, അപ്പോൾ ഗൈസ് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പ്ലേ സ്റ്റോർ സൈൻ ചെയ്യണതിന് മുമ്പ് നമുക്ക് കുറച്ച് സെറ്റിങ്സും കാര്യങ്ങളും ചെയ്യാനുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, അപ്പം സെറ്റിങ്സിൽ പോയതിന് ശേഷം വോൾക്കൻ മോഡ് തന്നെ ഇട്ടിരുന്നോ കുഴപ്പമില്ല. അടുത്തിവിടെ കസ്റ്റമിൽ ഞാൻ നിങ്ങൾക്ക് നേരത്തെ കാണിച്ചു തന്നെ എനിക്ക് 6 കോർ ഉണ്ട്. അതുകൊണ്ട് ഞാൻ 4 കോർ കൊടുത്ത് 2 കോർ എന്തായാലും ഇട്ടിക്കണം. ബേസിക്ക് വേറെ കാര്യങ്ങൾ ചെയ്യല്ലേ, അപ്പം അതങ്ങനെ പൊയ്ക്കോളും. റാം 16 കൊടുക്കും. എൻ്റെ 32 GB ഉള്ളതുകൊണ്ടാണ്. പിന്നെ ഇവിടെ ബെറ്റർ കൊടുക്കുക. സ്ക്രീൻ പെർഫോമൻസ് താഴോട്ട് വരിക, 1080p കൊടുക്കുക. സ്ക്രീൻ സ്റ്റൈൽ നിങ്ങൾ ഷാർപ്പ് കൊടുക്കണം. ഓക്കെ, ഷാർപ്പ് കൊടുക്കണം, മറക്കല്ലേ. ഫ്രെയിം റേറ്റ് 240 കൊടുത്താൽ കുഴപ്പമില്ല. ഫ്രെയിം റേറ്റ് ഡിസ്പ്ലേ കാണാനാണ്. താഴോട്ട് വരിക. ഓക്കെ, ഇവിടെ കസ്റ്റം കൊടുക്കുക. മൊബൈൽ മോഡലിൽ കസ്റ്റം കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഡിസ്കോഡ് സെർവറിൽ വരിക. ഇവിടെ ഞാൻ ഒരു മോഡൽ നിങ്ങൾക്ക് വേണ്ടി ഇട്ടിട്ടുണ്ട്. SM-X910 ആണ്. ഇത് 120 FPS നിങ്ങൾക്ക് തരും ഈ ഒരു മോഡൽ. അപ്പം എല്ലാ സ്ഥലത്തും ഇതങ്ങ് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് താഴോട്ട് വരിക. ഇവിടെ പ്രീസെറ്റിൽ ഹൈ കൊടുത്തോ. ഇത് അൺടിക്ക് ചെയ്തോ, കാരണം ഇത് നിങ്ങൾക്ക് കസ്റ്റമായിട്ടുള്ളൊരു കർസർ വരും, മറ്റേ ഇമിറേറ്ററിൻ്റെ കർസർ വരും. അതെനിക്ക് ഇഷ്ടമില്ല. അതുകൊണ്ടാണ് റൂട്ട് പെർമിഷൻ വേണമെങ്കിൽ എനേബിൾ ചെയ്യാം, അതിൻ്റെ ആവശ്യമില്ല. സേവ് കൊടുക്കുക, റീസ്റ്റാർട്ട് ഇമീഡിയറ്റ്ലി കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ഒന്ന് അപ്ഡേറ്റ് ലെറ്റർ കൊടുത്താൽ മതി. അപ്ഡേറ്റ് ചെയ്യാൻ നിൽക്കേണ്ട നിങ്ങൾ. അപ്ഡേറ്റ് ചെയ്തിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പം ഇവിടെ പ്ലേ സ്റ്റോർ എടുക്കുക, സൈൻ ഇൻ കൊടുക്കാം. അപ്പം ഞാൻ ഇവിടെ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് സൈൻ ചെയ്തിട്ട് വരാം. സ്കിപ്പ് ആ കാര്യങ്ങളൊന്നും ചെയ്യണില്ല. ഓക്കെ, അപ്പോൾ ലോഗിൻ ആയിരിക്കുകയാണ്. അതിനുശേഷം ജസ്റ്റ് നിങ്ങൾ BGMI ഡൗൺലോഡ് ചെയ്തിടാം. BGMI ഇൻസ്റ്റാൾ. എന്നിട്ട് ഇവിടെ ഫേസ്ബുക്കിലാണ് ലോഗിൻ ചെയ്യണത്, അതുകൊണ്ട് ഫേസ്ബുക്ക് കൂടി ഡൗൺലോഡ് ആക്കി ഇടാം. ഓക്കെ, അടുത്ത് BGMI ഇൻസ്റ്റാൾ ആവുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഗൈസ്. ഓക്കെ, സോ ഗൈസ്, അപ്പോൾ ഇതിട്ട് ഡൗൺലോഡ് ആയിരിക്കണം. ഇനി പ്ലേ കൊടുക്കുക. ജസ്റ്റ് ഹലോ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ചെറിയൊരു ഡൗൺലോഡിങ് 300 MB, ചെറുതല്ല, കുറച്ച് വലിയ MB തന്നെ. ഇതുവരെ ഇങ്ങനെ BGMI കൊണ്ടുവന്നിട്ടില്ല. പക്ഷേ കറൻ്റ് ഇപ്പം ഈ ഒരു അപ്ഡേറ്റ് കൂടി 300-200 MB ആദ്യമേ ഡൗൺലോഡ് ആവുകയാണ്. വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ഡൗൺലോഡ് ആവണത് വരെ നമുക്ക് ഫ്യൂഷൻ ഫ്രീ ആയിട്ടാണ് നിങ്ങൾ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെരിഫിക്കേഷൻ ഇവിടെ ചെയ്യേണ്ടി വരും. പെയ്ഡ് ആണെന്നുണ്ടെങ്കിൽ ഇതൊന്നും ചെയ്യണ്ട. അപ്പോൾ സപ്പോർട്ട് മീ വെരിഫിക്കേഷനിൽ പോവുക. ഇവിടെ പെയ്ഡ് ആണെന്നുണ്ടെങ്കിൽ ഒരു 200 രൂപയാവും പെയ്ഡ് വാങ്ങണമെന്നുള്ളവർ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ ആളെ പറഞ്ഞുതരാം. ഹിന്ദിക്കാരെ ഫയലാണ്, അപ്പോൾ അവർക്കാണ് പൈസ വേണം, എനിക്കല്ല. 200 രൂപ ഒരു അപ്ഡേറ്റ് ഫുള്ള് കിട്ടും. ഒരു അപ്ഡേറ്റ് 2.5 മാസം എന്തോ ഉണ്ടല്ലോ. അപ്പം 2.5 മാസം മൊത്തം നിങ്ങൾക്ക് കളിക്കാം. ഹൈ ക്വാളിറ്റി കളിക്കാൻ പറ്റും. ടൂൾസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. VIP ഫീച്ചറിൽ ഹൈ ക്വാളിറ്റിയിൽ കളിക്കാം. 1080p 4K ഇതിലൊക്കെ കളിക്കാൻ പറ്റും. എന്തായാലും എൻ്റെത് പെയ്ഡ് അല്ല, ഞാനിപ്പോൾ പെയ്ഡ് എടുക്കും. അപ്പോൾ പെയ്ഡ് അല്ലാത്തവർക്ക് ഇത് ചെയ്യേണ്ടി വരും. ഒരിക്കൽ ചെയ്താൽ 4 മണിക്കൂർ വരെയൊക്കെ നിൽക്കും. ഗെയിം അഥവാ ക്രാഷ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് റീ ഓപ്പൺ ചെയ്താൽ മതി. ഡൗൺലോഡ് ആവുന്ന സമയത്ത് മാത്രമേ ഇത് ക്രാഷും കാര്യങ്ങളൊക്കെ ആവത്തുള്ളൂ. അല്ലാതെ ക്രാഷോ കാര്യങ്ങളൊന്നും ആവത്തില്ല, വലുതായിട്ട് ആവത്തില്ല. ഇടയ്ക്കിടയ്ക്ക് ചെറിയ അപ്ഡേറ്റിലൊക്കെ ആവും. എന്നാലും ഫോൺ പോലെ അത്ര ഒപ്റ്റിമൈസ് ആക്കാൻ ഒരിക്കലും പറ്റത്തില്ലല്ലോ. വലിയ ഒഫീഷ്യലായിട്ട് വല്ലതും ഇറങ്ങണ്ടേ. അതുകൊണ്ടാണ് കുറച്ചൊക്കെ സഹിക്കേണ്ടി വരും ഗൈസ്. ടെൻ സെക്കൻഡിനകത്ത് ഇത് താനേ പൊയ്ക്കോളും. പോയി. ഓക്കെ, ഇനി വെരിഫൈ താഴോട്ട് വരിക. കണ്ടിന്യൂ. അടുത്ത സ്റ്റിക്കർ വന്നിരിക്കുന്നു. വെയിറ്റ് ചെയ്യാം. അയ്യോ,
ഗൈസ് അപ്പോൾ നിങ്ങൾ ആരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഈ മാസം തന്നെയാണ് 1K സബ് മേടിച്ചത്. നിങ്ങളെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഏറ്റവും ലെവൽ സപ്പോർട്ടാണ്. താങ്ക്സ് ഫോർ സപ്പോർട്ടിങ് മച്ച് ഗൈസ്. പ്രിപ്പയറിങ് റിസോഴ്സസ് ഇനിയാണ് ഒരു 2 GB വരാൻ പോണം. HD തന്നെ കൊടുത്തു, ഓക്കെ കൊടുത്തു. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇവിടെ ഇതായ വെരിഫൈ കൊടുക്കുക, ഏറ്റവും താഴെ പോവുക, കണ്ടിന്യൂ കൊടുക്കുക. പിന്നെ 3 വട്ടമെങ്കിലും ചെയ്യണം. അടുത്തിവിടെ വെയിറ്റ് ചെയ്യാം. ക്രാഷ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട, ജസ്റ്റ് റീ ഓപ്പൺ ചെയ്താൽ മതി. നേരത്തെ പറഞ്ഞ ഡൗൺലോഡ് ആകുമ്പോൾ ചെറിയ ചെറിയ ക്രാഷൊക്കെ ആവും, നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണം അത്. ഈ ക്രാഷ് ആവാൻ ചാൻസ് ഇല്ല ഗൈസ്. അപ്പം നിങ്ങൾ ഈ ഒരു വീഡിയോ പ്ലേ ആയാൽ പിന്നെ ക്രാഷ് ആവാൻ നല്ല ചാൻസ് കുറവാണ്. ആവുമെന്ന് അറിഞ്ഞില്ല. ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്താൽ മാത്രം മതി. കീ മാപ്പിങ്ങും ഗെയിം പ്ലേയും എല്ലാം ആഡ് ചെയ്യാം, പേടിക്കേണ്ട ആവശ്യമില്ല ഗൈസ്. നിങ്ങൾ കണ്ടിന്യൂ കൊടുക്കുക. നെറ്റിൻ്റെ സീനാണ്, അത് ലോഡായി വരും, ഒന്ന് പേടിക്കണ്ട. ഓക്കെ, അപ്പം ഈ ഒരു പേജ് എത്തിയാൽ ഇവിടെ നിന്ന് മാറാൻ പാടില്ല. വെയിറ്റ് ചെയ്യുക, ക്ലോസ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ പോപ്പപ്പ് ഒക്കെ ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ടൈമറിൽ ജസ്റ്റ് ഒരു വട്ടം പിതുക്കണം. ടൈമർ ഓടുന്നില്ലാന്നുണ്ടെങ്കിൽ, കാരണം ഇത് വോയിസ് ആയിരുന്നാലേ കൊടുക്കാൻ പറ്റൂ. ഗെറ്റ് ലിങ്ക് കൊടുക്കുക. എന്നിട്ട് ഇതിനെ ക്ലോസ് ചെയ്യാൻ പാടില്ല ഗൈസ്. ഇങ്ങനെ താനേ ഇത് ക്ലോസ് ആയി പൊക്കോളും. ഇത് നമുക്ക് ക്ലോസ് ചെയ്യാൻ കഴിയുണ്ട്, അത് പോയതിന് ശേഷം മാത്രം, എന്നാലും ഇവിടെ രജിസ്റ്റർ ആവത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇതിവിടെ ക്ലോസ് ചെയ്ത് വയ്ക്കാം. കാരണം ഇപ്പോൾ എന്തായാലും ഫ്യൂഷൻ്റെ ആവശ്യമില്ല, നമ്മൾ ഡൗൺലോഡ് ആക്കണമെന്നല്ലേ ഉള്ളൂ. വെരിഫിക്കേഷൻ അവിടെ കടന്നോളും. ഫ്യൂഷൻ ഓഫ് ചെയ്താലും അടുത്ത PC ഓൺ ചെയ്താലും അത് അവിടെ കടന്നോളും. വെരിഫിക്കേഷൻ 4 മണിക്കൂർ 3 മണിക്കൂർ വരെയൊക്കെ അത് അവിടെ കടന്നോളും, കുഴപ്പമില്ല. ഓക്കെ, നമുക്കപ്പോൾ ഇത് ഡൗൺലോഡ് ആവുന്നവരെ വെയിറ്റ് ചെയ്യാം. ഡൗൺലോഡ് ആയതിനു ശേഷം വരാം ഗൈസ്. ഓക്കെ സോ ഗൈസ്, അപ്പോൾ ഇവിടെ ഡൗൺലോഡ് ആയിരിക്കുകയാണ്. നമുക്കിത് ഓക്കെ കൊടുക്കാം ഗൈസ്. അപ്പോൾ ഇതിവിടെ റീസ്റ്റാർട്ട് ആവുകയാണ്. നമുക്കിതൊന്ന് ക്ലോസ് ചെയ്യാം. ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാം. ഫുള്ള് ക്ലോസ് ചെയ്തതിന് ശേഷം ഫ്യൂഷൻ ഓപ്പൺ ചെയ്യാം ആദ്യം, എന്നിട്ട് പ്ലെയർ ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇവിടെ ഓപ്പൺ ആയതിനു ശേഷം നമുക്ക് സ്റ്റാർട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ താനെ ഇവിടെ BGM ഓപ്പൺ ആയിക്കോളും. നിങ്ങൾക്ക് വേറെ പരിപാടിയൊന്നുമില്ല ഇവിടെ ചെയ്യാൻ. ഫ്യൂഷൻ ഇപ്പോഴും ക്ലോസ് ചെയ്യാൻ പാടില്ല. സ്റ്റാർട്ടായ ഉടനെ നിങ്ങളിത് ക്ലോസ് ചെയ്യാൻ പാടില്ല. ഇവിടെ വെയിറ്റ് ചെയ്യുക. ഓക്കെ, ഇവിടെ എൻജോയ് എന്ന് എഴുതി കാണിച്ചെങ്കിൽ ക്ലോസ് ചെയ്യാം, വേറെ കുഴപ്പമില്ല. ഇവിടെ കുറച്ച് എഫക്റ്റ് എന്തൊക്കെയോ പറയുന്നുണ്ട് BGMക്കാർ. അഗ്രി സൗണ്ട് മ്യൂട്ട് ചെയ്ത്, ഭയങ്കര സൗണ്ട്. ഓക്കെ, അപ്പം ഞാൻ ഇവിടെ ഫേസ്ബുക്കിലാണ് ലോഗിൻ ചെയ്യാൻ പോകണം. അതുകൊണ്ട് ഫേസ്ബുക്ക് കൊടുത്ത് ഓക്കെ. അപ്പോൾ ഇവിടെ നെക്സ്റ്റ് കൊടുക്കാൻ വയ്യ എനിക്ക്. ഡൗൺലോഡിങ് കുറേ കാര്യങ്ങളാവുന്നുണ്ട്, അതിലോട്ട് നമുക്ക് പോകാം. അതിന് മുമ്പ് ഗൈസ് ഇത് ആഡിയോ ഒന്ന് എടി ആഡിയോ വാ കോപ്പിറൈറ്റ് അതിവിടെ ഇട്ടിരിക്കണം. ഓക്കെ, അപ്പം ഡൗൺലോഡ് ആവണത് എന്താണ്, ഇതൊന്ന് ഓഫ് ചെയ്തിടാം. ഓക്കെ, TDM ഡൗൺലോഡ് ആക്കി ഇടാം. ഓക്കെ ഗൈസ്, അപ്പം സെറ്റിങ്സ് വരിക.
ഇവിടെ ഞാൻ ജസ്റ്റ് എൻ്റെ കുറച്ച് സെറ്റിങ്സ് ഉണ്ടാകുന്ന വയ്ക്കാം, സെൻസിറ്റിവിറ്റിയും കാര്യങ്ങളും. അടുത്ത കീ മാപ്പിംഗ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. സെൻസിറ്റിവിറ്റി എൻ്റെ തന്നിട്ട് കാര്യമില്ലല്ലോ, നിങ്ങൾക്ക് ഒന്നും ഇത് പിടിക്കില്ല. നിങ്ങൾക്ക് എൻ്റെ മൊത്തം ഹൈ സെൻസിറ്റിവിറ്റിയാണ് വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടത്തിന് സെൻസിറ്റിവിറ്റി വയ്ക്കണം. അപ്പോൾ ഇവിടെ കൺട്രോൾ കീബോർഡിൻ്റെ ഒരു സാധനം കാണാം. ഇവിടെ ക്രിയേറ്റ് ന്യൂ കൺട്രോൾ കൊടുക്കുക. ജസ്റ്റ് നിങ്ങൾ ഓരോരോ എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് ആവശ്യം എന്നുള്ള സ്ഥലത്ത് പോയി റൈറ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ നിങ്ങൾ ജസ്റ്റ് സെലക്ട് ചെയ്യുക, സിംഗിൾ ക്ലിക്ക്. ഞാൻ ഇവിടെ ഓരോന്നായിട്ട് വയ്ക്കുകയാണ് ഗൈസ്. ഡബിൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്കത് വരും, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഓരോന്നായിട്ട് ഞാൻ ഇവിടെ വയ്ക്കുകയാണ് എൻ്റെ കീ മാപ്പിംഗ്. അതേപോലെ നിങ്ങളും ഓരോന്നായിട്ട് വെക്കണം. ഇതേപോലത്തെ ഓരോരോ ബട്ടൺ ആവശ്യമുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ ഡബിൾ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഓരോരോ കാര്യങ്ങളായിട്ട് വെച്ചാൽ മതി. എൻ്റേതുപോലെ ആയിരിക്കില്ല നിങ്ങളത്, എൻ്റേത് തന്നെ ഉപയോഗിക്കണമെന്ന് ഞാൻ പറയില്ല, കാരണം ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടമാണ്, വ്യത്യാസം നല്ല വരും. ഓക്കെ, അപ്പോൾ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഫയർ അറ്റാക്ക് കൊടുക്കുക. അടുത്ത് ഇവിടെ എനിക്കിത് ആവശ്യമുണ്ട് മാർക്ക് ചെയ്യാനൊക്കെ. പിന്നെ അതേപോലെ തന്നെ ഫ്രീ ലുക്ക് ഇവിടെ നമ്മൾ സ്കോപ്പ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതുമായിട്ടുണ്ട്. ഇനി ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ എയിം വയ്ക്കണം. ഓക്കെ ഗൈസ്, എയിം കുറച്ചും കൂടെ നീക്കി വയ്ക്കാം. ഓക്കെ, എയിം നിങ്ങളെ മൗസ് അൺലോക്കും ലോക്കും ചെയ്യാനുള്ള ഒരു ബട്ടൺ ഇവിടെ സെലക്ട് ചെയ്യുക. അടുത്ത് ഡയറക്ഷൻ നമുക്ക് ഇഷ്ടമുള്ള വയ്ക്കാം. ഇഷ്ടമുള്ള WSD ആണ് നിങ്ങൾ വയ്ക്കണമെന്നുണ്ടെങ്കിൽ അത് ഞാൻ ഇരുന്നോട്ട്. ഞാൻ ഇവിടെ ആരോ കീയാണ് യൂസ് ചെയ്യാൻ പോണത്, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആരോ കീ വെച്ചത്. കുറച്ച് നല്ല വലുതാക്കി വെച്ചു, ഇത് അല്ലാന്നുണ്ടെങ്കിൽ സ്പ്രിൻറ്റ് ചെയ്യാൻ പാടായിരിക്കും. ഓക്കെ, അപ്പോൾ സേവ് ചെയ്യുക. എല്ലാം ആയിട്ടുണ്ട്. ഒരു TDM മാച്ച് പോയി നോക്കാം ഗൈസ്. അതിന് മുമ്പ് ഗ്രാഫിക്സ് ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. കസ്റ്റമൈസ്, സ്മൂത്ത്, അൾട്രാ എക്സ്ട്രീം, മാനുവൽ അഡ്ജസ്റ്റ്, കളർഫുൾ. ഓക്കെ, അടുത്ത് ലോബി, സൂപ്പർ, 90+. ഓക്കെ, അപ്പോൾ ഇതുമായിട്ടുണ്ട്. ഇനി വേറെ ഒന്നുമില്ലല്ലോ. ഓക്കെ, നമുക്കപ്പോൾ അതിന് TDM പോയി നോക്കാം. ഇത് നമുക്ക് ഹൈഡ് ചെയ്ത് വയ്ക്കാം. എന്നിട്ട് ഫുൾ സ്ക്രീൻ ഇടാം. F11 ഫുൾ സ്ക്രീനാണ് ഗൈസ്. This is a simulation game set in a virtual world and does not represent real life. Please play in moderation, take frequent breaks, and play responsibly. Cover me! Reloading! Cover me! Let's go. ഓക്കെ, അപ്പോൾ ഗൈസ് നിങ്ങൾ ഗെയിം പ്ലേ ഒന്ന് നോക്കി നോക്ക്. എന്നിട്ട് റാങ്കിൽ മാച്ച് എനിക്ക് ഇടണമെന്നുണ്ട്, പക്ഷേ ഗൈസ് ഇപ്പോൾ സമയമില്ല. ഞാൻ വേണേൽ ലൈവ് വരുമ്പം പിന്നെ ഗെയിം പ്ലേ ഉണ്ടല്ലോ, അപ്പോൾ സെറ്റാക്കി തരാം ഗൈസ്. ചെറിയ ലാഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഫസ്റ്റ് മാച്ച് ആയതുകൊണ്ടായിരിക്കണം ഗൈസ്. അപ്പം നിങ്ങളെ സ്പെക്കിനനുസരിച്ച് നിങ്ങൾക്ക് കളിക്കാൻ പറ്റും. ഹൈ എൻഡ് സ്പെക്കിൻ്റെ ആവശ്യമൊന്നുമില്ല, നല്ലൊരു പ്രൊസസ്സർ ഉണ്ടായിരുന്നാൽ മാത്രം മതി ഗെയിം പ്ലേക്ക്. മറ്റവന്മാർ അടിച്ച് കില്ല് വരെയാണ്, അതാണ് നമുക്കൊന്നും കിട്ടാത്തത്. അസിസ്റ്റ് പോവും, പക്ഷെ നല്ല അസിസ്റ്റ് പോയി കളി. അവൻ്റെ ഒരടി നോക്കാം. അവൻ്റെ ഒരടിക്ക് തീരണം.
കടയാടിയെ കൊണ്ട് നിവർത്തിയില്ലല്ലോ. Reloading! Cover me! Reloading! നേടൊക്കെ ലോങ് നിന്ന് ഹിറ്റ് വരണം എന്ന് വെച്ചാ. അവന് കിട്ടിയതാണുണ്ടോ? കുറച്ച് പേടിച്ചവന്മാര്. ഇനി നമുക്ക് എടുത്തിരിക്കും. Cover me! Red team doesn't have a lot of time left. Great! You're about to win! Killing spree for the red team. Half of the match is over, and the blue team. Reloading. Cover me. The red team's streak has just been terminated. Cover me. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയുള്ള വീഡിയോ നിങ്ങൾ കാണുന്നവർ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക ഗൈസ്. ഓക്കെ ബൈ. അപ്പോൾ വേറൊരു വീഡിയോയിൽ കാണാം.